കൊണ്ടോട്ടി EMA കോളേജിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ ആരോപണം ഉയരുന്ന പശ്ചാത്തലത്തിൽ കോളേജ് ജനറൽ സെക്രട്ടറിയായ മന്ത്രി PK ബഷീറിനെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗും യൂത്ത് ലീഗും രംഗത്ത്. തേഞ്ഞിപ്പാലത്ത് നടന്ന മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് മൺസൂൺ ക്യാമ്പുകളിലാണ് മന്ത്രി ബഷീറിനും കോളേജ് മാനേജ്മെന്റിനുമെതിരെ പ്രമേയങ്ങൾ പാസാക്കിയത്. മാനേജ്മെന്റ് ക്വാട്ട സീറ്റുകൾക്കായി വിദ്യാർത്ഥികളിൽ നിന്നും വൻതുക കോഴ വാങ്ങുന്നുവെന്ന് ആരോപിച്ച അംഗങ്ങൾ മന്ത്രി PK ബഷീർ കോളേജ് ജനറൽ സെക്രട്ടറി പദവി ഉടൻ രാജിവെച്ചൊഴിയണമെന്നും ആവശ്യപ്പെട്ടു. ജില്ലാ കമ്മിറ്റി നിയോഗിച്ച നിരീക്ഷകരുടെയും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. കോളേജിലെ ബിരുദാനന്തര BEd കോളേജുകളിലേക്ക് മാനേജ്മെന്റ് ക്വാട്ടയിൽ അഡ്മിഷൻ നൽകുന്നതിനായി വിദ്യാർത്ഥികളിൽ നിന്നും 25,000 രൂപ മുതൽ 50,000 രൂപ വരെ അനധികൃതമായി പിരിച്ചെടുക്കുന്നുവെന്നാണ് ഉയർന്ന പ്രധാന ആരോപണം. പ്രമേയ അവതരണത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള പ്രമുഖ കലാലയമാണ് കൊണ്ടോട്ടി EMA കോളേജ്. പാണക്കാട് ബഷീർ അലി തങ്ങളാണ് സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് പദവി വഹിക്കുന്നത്. സമുദായത്തിലെ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന പാവപ്പെട്ട കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാപനം ആരംഭിച്ചത്. എന്നാൽ നിലവിലെ മാനേജ്മെന്റ് ഈ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെല്ലാം കാറ്റിൽ പറത്തി കോളേജിനെ വെറുമൊരു കച്ചവട കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണെന്ന് പ്രമേയത്തിൽ കുറ്റപ്പെടുത്തുന്നു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തറക്കല്ലിട്ട സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾക്ക് ഘടകവിരുദ്ധമായാണ് മന്ത്രി PK ബഷീർ നയിക്കുന്ന മാനേജ്മെന്റിന്റെ പ്രവർത്തനമെന്ന് യൂത്ത് ലീഗ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നാട്ടുകാർ സൗജന്യമായ ഭൂമി വിട്ടു നൽകിയും നിസ്വാർത്ഥ സേവനം ചെയ്തുമാണ് ഈ സ്ഥാപനം പടുത്തുയർത്തിയത്. കൂടാതെ മുസ്ലിം ലീഗിന്റെ MP MLA ഫണ്ടുകൾ ഉപയോഗിച്ചാണ് കോളേജിന്റെ കെട്ടിടങ്ങളും അനുബന്ധ സൗകര്യങ്ങളും വികസിപ്പിച്ചത്. ഇത്തരമൊരു സ്ഥാപനത്തിൽ അർഹരായ മിടുക്കരായ കുട്ടികൾക്ക് പ്രവേശനം നൽകാതെ തലവരിപ്പണം ചോദിക്കുന്നത് പാർട്ടിയുടെ നയങ്ങൾക്ക് വിരുദ്ധമാണെന്നും പ്രമേയം ഓർമ്മിപ്പിച്ചു. നേരത്തെ MSF, യൂത്ത് ലീഗ് എന്നീ പോഷക സംഘടനകൾ ഇതിനെതിരെ പരസ്യ പ്രതിഷേധവുമായും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ലീഗ് നേതൃത്വം ഇടപെട്ടാണെന്ന് സമരം വിലക്കിയത്. പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ പ്രാദേശിക MSF നേതാക്കൾക്കെതിരെ മന്ത്രി PK ബഷീർ പ്രതികാര നടപടികൾക്ക് ഒരുങ്ങുകയാണെന്ന ഗുരുതരമായ ആരോപണവും ഉയർന്നിരുന്നു. വരും ദിവസങ്ങളിലും മാനേജ്മെന്റ് കോഴപ്പിരിവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് യൂത്ത് ലീഗ് മുന്നറിയിപ്പ് നൽകി. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ആദർശങ്ങളിൽ അധിഷ്ഠിതമായി സ്ഥാപിച്ച ഒരു കലാലയം കേവലം പണപ്പിരിവിനും തലവരിപ്പണത്തിനും വേണ്ടിയുള്ള കച്ചവട കേന്ദ്രമായി മാറി എന്നതാണ് പ്രധാന ആരോപണം. അത് മറ്റാരുമല്ല പറയുന്നത്, സ്വന്തം പോഷക സംഘടനകളുടെ ആരോപണമാണത്. മുസ്ലിം ലീഗ് നേതൃത്വത്തെ വലിയ പ്രതിസന്ധിയിലാക്കുകയാണ് ഈ പ്രതിസന്ധി. എന്തായാലും അഴിമതി ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിലെ ജനരോഷവും യുവജന വിഭാഗത്തിന് ശക്തമായ പ്രതിഷേധവും കണക്കിലെടുത്ത് ലീഗ് നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് വരും ദിവസങ്ങളിൽ ഉറ്റുനോക്കുന്നത്. സമരം ശക്തമാക്കുമെന്ന് യൂത്ത് ലീഗും MSFും മുന്നറിയിപ്പ് നൽകിയതോടെ കൊണ്ടോട്ടി EMA കോളേജ് ഭരണസമിതിയിലെ പോരും പിടിമുറുക്കലും പാർട്ടിക്കുള്ളിൽ വലിയ രാഷ്ട്രീയ പൊട്ടിത്തെറിക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്.